നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന വഴക്കുകളെയും വിവാദങ്ങളെയും കുറിച്ച് മനസ്സ് തുറന്ന് നടി മല്ലിക സുകുമാരൻ. പ്രസിഡന്റ് സേതാമേനോന് പോലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതിൽ തടസ്സമുണ്ടെന്നും സംഘടനയിലെ ഭാരവാഹികൾ പലരും പ്രവർത്തിക്കുന്ന ചിലരെ ഭയന്നാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. ആരെ പേടിച്ചിട്ടാണ് എല്ലാവരും നുണ പറയുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളുടെ സംഘടനയായ അമ്മയിലെ മുതിർന്ന അംഗമെന്ന രീതിയിൽ പറയുകയാണ്. ഈ ഭാരവാഹികൾ ആരെയാണ് ഭയക്കുന്നത്? വോട്ട് ചെയ്ത് ഇരുത്തിയതല്ലേ. ആ സംഘടനയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കാൻ നിൽക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ എന്തിനാണ് ഭാരവാഹികൾ ഭയക്കുന്നത് എന്നത് എനിക്ക് ഇന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ശ്വേത നല്ലൊരു പ്രസിഡന്റ് ആകുമെന്നാണ് ഞാൻ കരുതിയത്. ശ്വേതയ്ക്ക് പോലും ഒരുപാട് തടസ്സങ്ങൾ അതിനുള്ളിലുണ്ട്. അതൊക്കെ മറികടക്കാനാകും ഉദ്ഘാടനങ്ങളും ആഘോഷങ്ങളുമായി ശ്വേത നടക്കുന്നത്. ശ്വേത മിടുക്കിയാണെന്നും എന്നിട്ടും എന്തുകൊണ്ട് സ്ട്രോങ്ങായി സംസാരിക്കുന്നില്ലെന്നും തോന്നിയിട്ടുണ്ട്. ആരോ പറയുന്നത് കേട്ടു, ഇനി മുതൽ ജനറൽ ബോഡിയിൽ ശ്വേത നന്നായി പറയുമെന്ന്. അങ്ങനെ പോയ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ അമ്മയിലെ അംഗമെന്ന് പറയുമ്പോൾ അയ്യോ എന്ന് കേൾക്കുന്ന സ്ഥിതി വരുത്തരുത്. അത് മോശമാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ സംഘടനയിലെ സീനിയേഴ്സ് പോലും മോശക്കാരാകില്ലേ. നമ്മൾ അറിയും മുമ്പ് എല്ലാം മറ്റുള്ളവർ അറിയുകയാണ്. അതിനാലാണ് എനിക്ക് സങ്കടം. ഇതൊക്കെ സ്ട്രോങ്ങായി നോക്കിയില്ലെങ്കിൽ ശ്വേതയ്ക്കും ചീത്തപ്പേരാണ്. മല്ലിക ചേച്ചി ലൂസ് ടോക്കറാണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. മോശമായ പ്രവണത സംഘടനയിൽ കാണുമ്പോൾ അത് തിരുത്താനാണ് സെക്രട്ടറിയും പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗങ്ങളും എടുക്കുന്നത്. അവർ തമ്മിൽ അടിയായാൽ പിന്നെ എങ്ങനെയാണ് ഭരണം നടക്കും? ഇപ്പോഴുള്ള കമ്മിറ്റിയിൽ ഞാനും സാറ്റിസ്ഫൈഡ് അല്ല. അതിനുള്ളിൽ അടിയാണ്. ഞാൻ ലൂസ് ടോക്കറാണെന്ന് പറയുന്നതിന് കാരണം അവരെല്ലാം എന്നെ വിളിച്ച് ഓരോന്ന് പറയും. ഇവർ തിരുത്താൻ എന്തിനു ഭയപ്പെടുന്നുവെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ശക്തമായ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് ഇവരെ തടയുന്നത് ആരാണ്? നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ അഭിപ്രായം പറയുന്നതാണ് ജോസ് മാത്യു. അങ്ങനെ ഒരാൾക്ക് മോശം കാര്യം കാണുമ്പോൾ മോശമാണെന്ന് പറഞ്ഞുകൂടി. സകലമാന ആൾക്കാർക്കും സംഘടനകളുള്ളിൽ വിഷയങ്ങളുടെ വോയിസ് മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ സംവിധാനമില്ല. അതിന് പകരം ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഓരോ പെണ്ണുങ്ങളും നടക്കുക. കേസ് കൊടുത്ത് ജയിലിൽ കയറ്റാൻ നോക്കുക. ഇതൊക്കെ ചെയ്തത് ചെയ്യാമോ? തെറ്റല്ലേ? ഇതിലും വലിയ തെറ്റ് ചെയ്തവർ സംഘടനയിലുണ്ട്. അവർക്കെതിരെ ആക്ഷൻ എടുത്തോ? അതേക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. അത് പറഞ്ഞ് പ്രശ്നമാക്കണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വിട്ടു. സീനിയേഴ്സിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. 10ഓ 17ഓ പേരേ ഉള്ളൂ. അവർ തമ്മിൽ ചേരുന്നില്ല. പൃഥ്വിരാജിനെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കണമെന്ന് പറയാനറിയാത്ത സംഘടനയ്ക്ക് അതിലും വലിയ പോക്രിത്തരം കാണിച്ചവരെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? കാലം മാറി. അവർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോകുമോ? കഞ്ഞിക്കുടി മുട്ടുമോ എന്നൊക്കെ ചോദിച്ചാലോ? എല്ലാം കൂടി അവയിൽ പരമായി. മോഹൻലാൽ ഒരുപാട് ഒതുങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു.